ഹായ് ഗൈസ്, നമസ്കാരം. ഇപ്പോൾ ഒളിവിലാണ്. നീ വിദഗ്ധമായിട്ട് മുങ്ങിയില്ലേ? ഇപ്പൊ അണ്ടർഗ്രൗണ്ട് പോയില്ലെങ്കിൽ പോലീസ് എന്നെ നിരപ്പാക്കും. എവിടെയെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോ ആൾക്കൊന്ന് ആറ് തണുക്കുന്നവരെ നമ്മളൊന്ന് മാറിക്കണ്ടേ? മാവ് മാറി കണ്ടില്ലേ? വയ്യ, എനിക്ക് വയ്യ, ഞാൻ ഇന്ത്യ വിടുകയാണ്. പുതിയ ചാനലാണ്. അപ്പൊ ഇതിലായിരിക്കും എല്ലാ കാര്യങ്ങളും വരിക. ലൈവ് ആണെങ്കിലും വ്ലോഗ് ആണെങ്കിലും എല്ലാം. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. രക്ഷപ്പെടാന്നുള്ള സ്ഥലം എവിടെയാ? സ്നാപ്പായിട്ട് പിടിച്ചു കൊടുക്കാനല്ലടാ. കേരളത്തിലോട്ട് പോകാന്ന് വെച്ചാ കേരള പോലീസ് നല്ല ഇടിയാരുമല്ലേ? ഓ, ഇനി ഈ ഓപ്പറേഷൻ തീരണവരെ നമ്മുടെ ബേസ് ഇതായിരിക്കും. എല്ലാരും പോയി മനസ്സിലാ? എല്ലാരും ഓടി. ഈവനും കൊണ്ട് ഉള്ള എല്ലാരും ഓടി. മനസ്സിലാ? ഞാനും ഓടി, മമ്മു ഓടി, ജാസ് ഓടി, എല്ലാരും ഓടി. കാരണം അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ടിട്ട് നമ്മളെ ഇതിന്റെ ഇതാക്കിയിട്ട് ബാക്കി. ഇതേതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ. സൂന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. എന്നെ പിടിക്കുന്നവരെ ഞാൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഇവിടെ ലൈവ് ഉണ്ടാവും. ഒന്നിക്ക് ഇപ്പൊ പിടിക്കും, അല്ലെങ്കിൽ നാളെ പിടിക്കും. എപ്പാന്നറിയില്ല, പിടിക്കും. പണികൾ ഓരോന്ന് കാട്ടിക്കൂട്ടും ആലോചിക്കണായിരുന്നു. കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കെ, സ്വന്തമായിട്ട് പോയി കിട്ടി. ഞങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നുന്ന കാര്യം. സ്വയം വരുത്തി വെച്ചല്ലേ? എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനം. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.